ഹലോ, അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്നറിയുന്നു. CUT-നെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ, CUT റിസൾട്ട് വന്നിട്ട് അതിനുശേഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അറിവുകളും എനിക്കറിയുന്ന കാര്യങ്ങളും മാത്രമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചെന്നുള്ളതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നത്. അപ്പം അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് എങ്ങനെ ഉണ്ടെന്ന് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നോർത്തിലൊക്കെ പഠിച്ചാൽ എന്താ ഗുണം എന്നുള്ള രീതിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരിക. പിന്നെ ആ ഒരു വീഡിയോ കാണുമ്പം ഞങ്ങളെ യൂണിവേഴ്സിറ്റി സ്പ്ലിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, മൂന്ന് സ്ഥലത്തായിട്ട്. കുറച്ച് ധരംശാല, കുറച്ച് ദഹ്റ, കുറച്ച് ഷാപ്പൂർ എന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മളെ ചേഞ്ച് ആക്കും. അത് ദഹ്റയിലാണ്. അത് പുതിയ ക്യാമ്പസ് നമ്മൾ എല്ലാതും ഒരുമിച്ചിട്ടുള്ള ക്യാമ്പസ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് ഞാൻ പറയണത് വെച്ചാൽ, ഞാൻ CUT റിസൾട്ട് വന്ന് എനിക്കിഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റീസൊക്കെ സോർട്ട് ചെയ്ത്, പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറേ യൂണിവേഴ്സിറ്റീസ് കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെ കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് വേറെ യൂണിവേഴ്സിറ്റി ഇതിന് മുന്നേ എനിക്ക് ഇവിടെ കിട്ടുന്നതിന് മുന്നേ കിട്ടിയിരുന്നു, പിന്നെ അതിന് ശേഷവും കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത്, അതായത് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതിനും പോയിട്ടില്ല. എനിക്ക് പഞ്ചാബ് അവിടെയും ഇവിടത്തേനെ വെച്ചോക്കും പഞ്ചാബൊക്കെ ഒന്നുകൂടി ബെറ്റർ ആണെന്നാണ് കേട്ടത്. പക്ഷേ എന്തോ ഞാൻ ഫീസ് കുറവുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ചൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിന്. എന്താ വെച്ചാൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസ കളഞ്ഞു, കുറേ യൂണിവേഴ്സിറ്റീസ് കൊടുത്തു. ആ ഒരു വിഷമം എനിക്ക് നല്ല അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വിഷമത്തിൽ പെടരുത്. കുറേ പൈസ പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അതിൽ പെടരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും നിർബന്ധമുള്ള പിന്നെ അങ്ങോട്ട് പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ ഓക്കെയാണ് സെറ്റാണെന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കയ്യിൽ കുഴപ്പമില്ലാത്ത പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റീസ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും പറയണത് എന്താ വെച്ചാൽ, CUT റിസൾട്ട് കഴിഞ്ഞ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ച യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തതെന്നുള്ളതാണ്. മെയിനായിട്ട് ഞാൻ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അതായത് ഞാൻ അക്ഷയയിലൊന്നും പോയിട്ടല്ല അപ്ലൈ ചെയ്തിരുന്നത്, ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ എന്തൊക്കെ വെച്ച് കറക്റ്റ് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും എന്തായാലും വേണം. അത് രണ്ടും നല്ല വൃത്തിക്ക് വെടുപ്പിൽ ഫോട്ടോ എടുത്ത് വെക്കാം. പിന്നെ SLC +2 കാര്യങ്ങളൊക്കെ വെക്കാം. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടൊരു PDF പ്രിൻ്റ് എടുക്കാൻ കിട്ടില്ല. അതായത് നമ്മളതിൽ എന്തൊക്കെ കൊടുത്തെന്നുള്ളത് അങ്ങനെ കിട്ടിയൊരു പ്രിൻ്റാണിത്. ഓക്കെ, ഇതിൽ ഞാൻ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തീനെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പേ ചെയ്തത്, അതായത് അന്ന് അപ്ലൈ ചെയ്യാൻ ഹിമാചൽ പ്രദേശിൽ 500 റുപ്യ ആയിരുന്നു. അപ്പം 500 റുപ്യ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 500 റുപ്യ കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ നാഷണാലിറ്റി രജിസ്റ്റർ, മെയിൽ ID, അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ്, മദറും ഫാദറും, അവരുടെ നെയിമും കാര്യങ്ങളും, അവരെന്താ ചെയ്യണമെന്നൊക്കെ ഇതിലുണ്ട്. പിന്നെ അതർ കാറ്റഗറി കോട്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിസ്റ്റ് വരുന്നുണ്ട്. അതിൽ എന്താ പറയുക, നമ്മൾ കാശ്മീരി മൈഗ്രൻ്റ് ആണോ, പ്രൈം മിനിസ്റ്റർ സ്പെഷ്യൽ സ്കോളർഷിപ്പ് സ്കീം ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റുഡൻസ് അതൊക്കെ കിട്ടുന്നുണ്ടോ, ചിൽഡ്രൻസ് വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സസ് പേഴ്സണൽ അതാണോ, പിന്നെ സിംഗിൾ ചൈൽഡ് കോട്ടയാണോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. സ്പോർട്സ് കോട്ട, കൾച്ചറൽ ആക്ടിവിറ്റീസ് കോട്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുക. എസ് നോ ആണെങ്കിൽ നോ, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇനി ഇയർ ഗ്യാപ്പ് ഉണ്ടോയെന്നും അതിൽ ചോദിക്കാം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിക്കും. അതിൽ നമ്മൾ എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ് കൊടുക്കാം. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്കറിയുന്ന ലാംഗ്വേജ് സ്കിൽസ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിങ്ങിൽ അതിൽ ഞാനിതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, മലയാളമൊക്കെ കൊടുത്തു. പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഒരു മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നാണ്. എ മിനിമം ഓഫ് 50% മാർക്സ് ഓർ ആൻ ഈക്വലൻറ്റ് ഗ്രേഡ് ഇൻ ബാച്ചിലേഴ്സ് ഓർ UG ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ആൻ ഈക്വലൻറ്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസിനും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ക്രൈറ്റീരിയ ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം.
ഓക്കെ. പിന്നെ വരുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ പാസ്സാണോ, ഏതാ ഇയർ, എത്ര പെർസെൻറ്റേജ്, സ്കൂൾ ഏതാ, അങ്ങനത്തെ രീതിയിലൊക്കെ ഇതിൽ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരള സെൻട്രൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അത് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ സബ്ജക്റ്റ് ഏതൊക്കെ പഠിച്ചതെന്നുള്ളത് ഇംഗ്ലീഷ്, ഹിന്ദി, നമ്മുടെ 10ാം ക്ലാസ്സിലെ 10 വിഷയങ്ങളുണ്ടല്ലോ അത് മൊത്തം. പിന്നെ നമ്മൾ ഡിവിഷൻ, അതായത് നമ്മുടെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ആ ഒരു ക്ലാസ് അത് കൊടുക്കാണ്ട്, പിന്നെ പാസ്സാണ്, പിന്നെ നമ്മുടെ +2 ഡീറ്റെയിൽസ്, അതിൽ പാസ്സാണോ, ഇയർ ഏതാ, പെർസെൻറ്റേജ്, അത് സെയിം നമ്മുടെ 10ാം ക്ലാസ് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ തന്നെ സ്കൂൾ ഏതാ, എത്ര സബ്ജക്റ്റ്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പിന്നെ നമ്മൾ ഡിഗ്രീൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് എത്ര വിഷയം ഉണ്ടായിരുന്നു, നമ്മളേത് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലേനു, അവിടെ ഏത് ക്ലാസ്സാണ് കിട്ടിയത്, അതൊക്കെ അങ്ങനെ ചോദിക്കും. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ചില ഡോക്യുമെൻറ്റ്സിൽ ഡിഫറൻസ് വരാം. ചിലത് എക്സ്ട്രാ ചില ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ, അതായത് ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. മെയിനായിട്ട് ഫോട്ടോ കൊടുത്തിരുന്നു, പിന്നെ സിഗ്നേച്ചർ, ഇതൊക്കെ നല്ല വൃത്തിക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ OBC, അതായത് നോൺ ക്രിമി, അതായത് നമ്മുടെ OBC NCL അതെന്തായാലും വേണം. അത് നമ്മൾ മാർച്ചിന് ശേഷം, അതായത് ഒരു ഇയർ കഴിഞ്ഞിട്ടുള്ളത് പാടില്ല, അത് എക്സ്പയർ ആകും. അപ്പോൾ മാർച്ചിന് ശേഷമുള്ള എന്താ പറയുക ഈ NCL സർട്ടിഫിക്കറ്റ്, എല്ലാ അധികം സർട്ടിഫിക്കറ്റ്സും, ഇപ്പം നാറ്റിവിറ്റി അങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ് ചിലത് ചോദിക്കാറുണ്ട്. അപ്പം ആ സർട്ടിഫിക്കറ്റൊക്കെ ഈ മാർച്ചിന് ശേഷമുള്ളത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. എൻ്റെ അടുത്ത് അന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ ഒരു അണ്ടർടേക്കിങ് വെച്ചു. ഇതാണ് അണ്ടർടേക്കിങ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ വായിച്ചുതരാം. I undertake to submit a scanned copy of the relevant certificate to the concerned head of the department on or before the date of my counseling for admission. Central University of Himachal Pradesh is at liberty not to consider for or cancel my admission and allot the seat to the next eligible candidate. അങ്ങനെ പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് കുറച്ച് ബോക്സസ്, ഇതിൽ നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മളതിൽ ഇല്ലാത്തതെന്നുള്ളത് ഇങ്ങനെ പിന്നെ അണ്ടർടേക്കിങ് പോലെ വെക്കുക. എന്നിട്ട് അതിൽ ഒന്നിട്ടിട്ട് ഞാൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ CUT റോൾ നമ്പർ താഴെ, പിന്നെ നെയിമും പിന്നെ സൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ കയ്യിലില്ലാത്തതുണ്ടെങ്കിൽ അണ്ടർടേക്കിംഗ് വെക്കാം. എന്നിട്ട് ഈ അണ്ടർടേക്കിങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നമ്മളതിൽ പറഞ്ഞ ചിലതിൽ നമ്മൾ ഡേറ്റ് ആക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇത്ര ഡേറ്റിൽ ഞാൻ സബ്മിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ SLCൻ്റെ +2ൻ്റെയും മാർക്ക് ഷീറ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. ഇയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്തവർക്ക് എന്തായാലും ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അത് വെച്ചാലും മതി. പിന്നെ നമ്മുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും ചില യൂണിവേഴ്സിറ്റീസ് ഒറിജിനൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒറിജിനൽ വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിലും പ്രൊവിഷണലും അത്രയും വാല്യൂ ഉള്ള സാധനമാണ്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ അത്രയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതിലുള്ള ഡോക്യുമെൻറ്റ്സ്. ചില യൂണിവേഴ്സിറ്റീസ് വേറെയും ഡോക്യുമെൻറ്റ്സ് ചോദിക്കാം. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാതും കീപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തം അപ്ലൈ ചെയ്തിന്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ്, ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫീ പേ ചെയ്യാനുള്ള QR കോഡ് പോലെ വരും. അപ്പോൾ അതിൽ ഫീ പേ ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ലിപ്പ്, ഞാൻ ഇപ്പം വായിച്ചില്ലേ, ആ ഒരു വലിയൊരു 2 A4 ഷീറ്റ്
ഉണ്ടാവും പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. ഓക്കെ. പിന്നെ അഡ്മിഷൻ കിട്ടിയിട്ട് നമുക്ക് മെയിൽ വരും, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ വരും. അപ്പോൾ ആ മെയിലിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ചില യൂണിവേഴ്സിറ്റീസിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഫീ പേ ചെയ്യാം, പിന്നെ അഡ്മിഷൻ എടുക്കാൻ, അതായത് നമ്മുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ടൈം വന്നിരുന്നത് ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ അത് വിഷയമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ജൂൺ ജൂലൈ സമയമാകുമ്പോഴത്തേന് അഡ്മിഷൻ കിട്ടിയാൽ, ചില സ്ഥലത്ത് നേരത്തെ കിട്ടും, കാരണം നേരത്തെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നേരത്തെ അവർ ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈന് വഴി പേ ചെയ്യുക. അപ്പോൾ നമുക്കൊരു റെസിപ്റ്റ് കിട്ടും, നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത. അതാണ് ഈ ഒരു റെസിപ്റ്റ്. അങ്ങനൊരു സാധനം കിട്ടും. ഇതിൽ നമ്മുടെ ഫീസും കാര്യങ്ങളും നമ്മൾ എത്ര ഫീ അടച്ചു അതെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഉണ്ടാവും. ഇതും കൃത്യമായി പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക, ഒറ്റൊന്നും വിട്ടു പോകരുത്. എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് വരുന്നതിന് മുന്നേ എല്ലാ ഡോക്യുമെൻറ്റ്സും 2 പ്രിൻ്റോ ഒക്കെ ആയിട്ട് എടുത്ത് വെക്കുക. അത് നന്നായിരിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയനൊക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാം. അതിലൂടെ നിങ്ങൾക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ഇവിടുത്തെ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള പിന്നെ ഇവിടുത്തെ കോഴ്സുകളും ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ, എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമാണ് ഞാനിതിലൂടെ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.